എനിക്ക് ഭഗവത്ഗീത ഉപദേശിച്ചു തരാനുള്ള കാരണം, ഭഗവത്ഗീത അനുഭവിച്ചു തരാനുള്ള കാരണം, ഭഗവത്ഗീത അനുഭവമല്ല, ഭഗവത്ഗീത എനിക്ക് വന്നത് 2022 സെപ്റ്റംബർ 10 ഋഷികൾ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ഒരു 7 ദിവസം ഞാൻ അനുഭവിച്ച അനുഭവമുണ്ട്. ഒരു വലിയ കുണ്ട അങ്ങനെ തന്നെ അടിച്ച് തകർത്തു. അത്രയും എനിക്ക് താങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യന് എക്സ്ട്രാ എനർജി വരികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങ് നമ്മൾ മാറി. ഞാനാണ് ഇവിടുന്ന് വിട്ടുപോയിട്ട് കുറേ ഗ്യാപ്പ് ഇട്ട് വന്നു. ജട്ടാന്ന് പറയണത് എൻ്റെ മുട്ടിന് താഴേക്ക് പോയി. പിന്നെ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജൂൺ മാസമായപ്പോൾ ഞാൻ ജർമ്മനിയിലൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ന്യൂറോ സയൻറ്റിസ്റ്റാണ് ജർമ്മനിയിൽ, ഡോക്ടർ അബിൻ ജേക്കബ് എന്ന് പറയുന്നത്. ക്ലബ് ഹൗസിൽ ഫോളോ ചെയ്തതാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് പോയി, എൻ്റെ മെമ്മറി കട്ടായിട്ട് എനിക്ക് കിട്ടുന്നില്ല, കഴിഞ്ഞത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അതും ഞാനറിയാതെ തന്നെ എൻ്റെ മെമ്മറി കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ നോർമൽ കോൺഷ്യസ്നസ്സിൽ ഇന്നലെ നടന്ന വരെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് നേരത്തേക്ക് ഫുള്ളായിട്ട് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധ, വിവേകം, വൈരാഗ്യം, ഷഡ്സമ്പത്തും മുമുക്ഷുപതാണ് ഈ പറയുന്നത്. ഈ സംഭവം അതാണ്. പക്ഷേ ചെറിയ കാര്യമല്ല. കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, കുളിയില്ല, ജപമില്ല, ഒന്നുമില്ല. നമുക്ക് ഓരോ 5 മിനിറ്റ്സും കട്ടായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മെമ്മറി. നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ എവിടെ വെച്ചെന്ന് ഓർമ്മ വരുന്നില്ല. എന്നിട്ട് കുത്തിരുന്ന് ആലോചിക്കുന്നു, തൃശ്ശൂർക്ക് പോകാൻ, ഇവിടുത്തെ തൃശ്ശൂർക്ക് പോകാനുള്ള വഴി ഓർമ്മയില്ല. എന്നിട്ട് ഞാനിത് ആരോടെങ്കിലും പറയണ്ടേ? നമ്മുടെ കൂടെ ആരുമില്ലല്ലോ നമ്മളെ ശ്രദ്ധിക്കാൻ, വേറെ കാര്യങ്ങൾ ചിന്തിച്ച് കിടക്കുന്ന ആൾക്കാരാ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അന്ന് ഒരാളുണ്ടായിരുന്നു, അതിനെ പിടിച്ചിരുത്തി, ബലമായിട്ട് പിടിച്ചിരുത്തി, അസുരനടയിൽ പിടിച്ചിരുത്തിയിട്ട് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. ഞാൻ ഓരോ 5 മിനിറ്റ് പറയുന്ന വിഷയങ്ങൾ മാറി പോകുന്നുകൊണ്ട് എൻ്റെ മെമ്മറി മാറിപ്പോകുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ നിൽക്കണം. എൻ്റെ ശിഷ്യന്മാരുടെ അടുത്തൊക്കെ ഞാൻ കാല് പിടിച്ച സമയമാണ് നവംബർ ഡിസംബർ മാസത്തിൽ. എൻ്റെ ECG വേരിയേഷൻസ് വന്നു, ഏലിയൻസ് താഴേക്ക് ഇറങ്ങിയിട്ട് ഹിറ്റ് ഉണ്ടായിരുന്നു, ക്ലബ് ഹൗസിൽ ഹിറ്റാണ്. ഈ ഒരു സാഹചര്യമാണ് ആക്ച്വലി ഭഗവത്ഗീത ഉപദേശത്തിനുള്ള കാരണമായത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ ഞാനുണ്ടാവില്ല വിഷാദയോഗം. എൻ്റെ മക്കൾ കൊച്ചുകുട്ടികളാണ്. എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ തന്നെ കണ്ടില്ലേ, ആരുണ്ടാവും? ഓരോരുത്തർ തോന്നിയ വഴിക്ക് പോവും, കൊച്ചുങ്ങളെ അനാഥാവും. ഈ ടെൻഷനിൽ ഞാൻ ഹൈ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ആ സമയത്താണ് എനിക്ക് എന്നെ വഞ്ചിച്ച് നിലത്തിട്ടത്. ആ സമയത്ത് എനിക്ക് വന്ന ഉപദേശം ഞാൻ അടുത്ത